നമസ്കാരം. ആളില്ലാ വിമാനങ്ങളും ഡ്രോണുകളും സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ മറികടക്കുന്നതിനായി രാജ്യത്തിന്റെ അതിർത്തികളിൽ കൂടുതൽ സുരക്ഷയൊരുക്കേണ്ടത് അനിവാര്യമാണ്. ഇതിനായി ഇന്ത്യ ഉടൻ തന്നെ ഒരു സമഗ്ര ഡ്രോൺ വിരുദ്ധ യൂണിറ്റ് അഥവാ കോംപ്രഹെൻസീവ് ആന്റി ഡ്രോൺ യൂണിറ്റ് സജ്ജമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. പ്രതിരോധ സംവിധാനങ്ങളുടെ മികവ് വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യങ്ങൾ കടുത്ത മത്സരം നടക്കുന്ന ഇക്കാലത്ത് ആളില്ലാ വിമാനങ്ങളും ഡ്രോണുകളും വ്യാപകമാവുകയാണ്. ഇത്തരം ആളില്ലാ വിമാനങ്ങൾ ഉയർത്തുന്ന ഭീഷണിയെ ഇന്ത്യ അതീവ ഗൗരവമായാണ് കാണുന്നത്. ഇത്തരം ഭീഷണികളെയും വെല്ലുവിളികളെയും പ്രതിരോധിക്കാനാണ് രാജ്യം ഡ്രോൺ വിരുദ്ധ യൂണിറ്റ് ഒരുക്കുന്നത്. വരും നാളുകളിൽ ഡ്രോൺ ഭീഷണി ഇന്നത്തേതിനേക്കാൾ കൂടുതൽ ഗുരുതരമായി തീരും. ഇത് മുന്നിൽ കണ്ടാണ് പ്രതിരോധ ഗവേഷണ സംഘടനകളും DRDOയും കൈകോർത്ത് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടെ ഇത്തരമൊരു യൂണിറ്റ് സജ്ജമാക്കാൻ ഒരുങ്ങുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിശദീകരിച്ചു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2023 110 ഡ്രോണുകളാണ് കണ്ടെടുത്തതെങ്കിൽ ഈ വർഷം 260-ലധികം ഡ്രോണുകൾ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. ആയുധങ്ങളും മയക്കുമരുന്നും വഹിക്കുന്ന ഇത്തരം ഡ്രോണുകളുടെ പരമാവധി വിലക്കുകൾ പഞ്ചാബിലും രാജസ്ഥാനിലും ജമ്മുവിലും വളരെ കുറച്ചു മാത്രമേ സാധ്യമായിട്ടുള്ളൂ. അതുതന്നെയാണ് വരാൻ പോകുന്ന സമഗ്ര ഡ്രോൺ വിരുദ്ധ യൂണിറ്റിന്റെ പ്രസക്തിയും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയുള്ള പരിശീലന ക്യാമ്പിൽ ഇന്ത്യൻ സേനയുടെ 60ാമത് റൈസിംഗ് ഡേ പരിപാടിയിൽ BSF സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. സേനയുടെ സെറിമോണിയൽ പരേഡ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവലോകനം ചെയ്യുകയും സല്യൂട്ട് സ്വീകരിക്കുകയും ഗാലൻട്രി അവാർഡ് ജേതാക്കൾക്കുള്ള മെഡലുകളും മറ്റ് ബഹുമതികളും വിതരണം ചെയ്യുകയും ചെയ്തു. 1965 ഡിസംബർ 1 ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ BSF സ്ഥാപിതമായത്. ഇന്ന് 2.65 ലക്ഷം സൈനികരാണ് BSFൽ ഉള്ളത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ 6300 കിലോമീറ്ററിലധികം വരുന്ന ഇന്ത്യൻ അതിർത്തികളെ സംരക്ഷിക്കുക എന്നതാണ് BSFന്റെ പ്രാഥമിക ചുമതല. രാജ്യത്തിന്റെ അതിർത്തികളിൽ സജ്ജമാക്കിയിരിക്കുന്ന ചില പ്രതിരോധ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചും പുതിയ പ്രതിരോധ പദ്ധതികളെ കുറിച്ചും അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കുവയ്ക്കുകയുണ്ടായി. ഇന്ത്യ അടുത്തിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ലേസർ സജ്ജീകരിച്ച ആന്റി ഡ്രോൺ തോക്ക് ഘടിപ്പിച്ച സംവിധാനത്തിന്റെ പ്രാരംഭ ഫലങ്ങൾ ഏറെ പ്രോത്സാഹനജനകമാണ്. പഞ്ചാബിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഡ്രോൺ ന്യൂട്രലൈസേഷനും ഡിറ്റക്ഷൻ കേസുകളും 3% നിന്ന് 55% വർദ്ധിക്കാൻ ഈ സംവിധാനം കാരണമായെന്നും അദ്ദേഹം പറയുന്നു. പാകിസ്ഥാനുമായുള്ള 2289 കിലോമീറ്റർ, ബംഗ്ലാദേശുമായുള്ള 4096 കിലോമീറ്റർ എന്നീ ഇന്ത്യൻ അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനുള്ള കോംപ്രഹെൻസീവ് ഇന്റഗ്രേറ്റഡ് ബോർഡർ മാനേജ്മെന്റ് സിസ്റ്റം അഥവാ CIBMS പുരോഗമിച്ചു വരികയാണെന്നും അമിത് ഷാ പറഞ്ഞു. അസാമിലെ ഇന്ത്യ ബംഗ്ലാദേശ് അന്താരാഷ്ട്ര അതിർത്തിയിലുള്ള ദുബ്രി നദിക്കരയിൽ വിന്യസിച്ചിരിക്കുന്ന CIBMSൽ നിന്ന് പ്രോത്സാഹജനകമായ പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സംവിധാനത്തിന് ചില മെച്ചപ്പെടുത്തലുകൾ ആവശ്യമാണ്, അദ്ദേഹം പറയുന്നു. വടക്കൻ അതിർത്തികളിലെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിനും അവിടുത്തെ ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുമായി മോദി സർക്കാരിന്റെ വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം അഥവാ VVP രാജ്യത്തിന്റെ എല്ലാ അതിർത്തി ഗ്രാമങ്ങളിലും നടപ്പാക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നു. അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുകയും അതിർത്തികളിൽ വിദൂര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്കായി 4800 കോടി രൂപ ഫണ്ട് അനുവദിച്ച് പ്രവർത്തിക്കുന്ന മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം. ഇന്ന് 3000-ഓളം ഗ്രാമങ്ങളിലാണ് ഈ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിവരുന്നത്. അതിർത്തികളിൽ 1812 കിലോമീറ്റർ റോഡുകൾക്ക് പുറമെ 573 പുതിയ അതിർത്തി പോസ്റ്റുകളും മോദി സർക്കാർ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് അമിത് ഷാ പങ്കുവച്ചു. ഇതുകൂടാതെ ഇന്ത്യൻ അതിർത്തികളിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ വലിയ ബജറ്റ് അനുവദിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 2047ഓടെ പ്രതിരോധ രംഗത്ത് ഇന്ത്യക്ക് ആഗോള അംഗീകാരവും 1ാം സ്ഥാനവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യം നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരില്ലാതെ സാധ്യമാക്കാനാകില്ല. നമ്മുടെ അതിർത്തികളിൽ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന ജവാന്മാരെ കൊണ്ടേ ആ ലക്ഷ്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുചെന്നെത്തിക്കാൻ ആകൂ, അദ്ദേഹം പറയുന്നു. BSF സേനയുടെ സെറിമോണിയൽ പരേഡ് ചടങ്ങിൽ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും BSF സേനയിലെ അംഗങ്ങളെ വർദ്ധിപ്പിച്ചതിനെക്കുറിച്ചും BSF ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൌധരി പരാമർശിക്കുകയുണ്ടായി. സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതുതായി പരിശീലനം നേടിയ 13226 സേനാംഗങ്ങളെ വിവിധ ബറ്റാലിയനുകളിലായി നിയോഗിച്ചിട്ടുണ്ടെന്നും ഇത് സേനയുടെ പ്രവർത്തന ശക്തി വർദ്ധിപ്പിക്കുമെന്നും BSF ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൌധരി ചൂണ്ടിക്കാട്ടി. പുതുതായി റിക്രൂട്ട് ചെയ്ത 4000 പേർ കൂടി സേനയിൽ
ആർമിയിൽ പരിശീലനത്തിലാണ്. 12,000 പേർ അതിർത്തിയിൽ നിയമിക്കുന്നതിനു മുമ്പ് സുരക്ഷയും യുദ്ധവൈദഗ്ധ്യവും പഠിക്കാൻ അടുത്ത മാസം സേനയിൽ ചേരുമെന്നും BSF ഡയറക്ടർ ജനറൽ പറഞ്ഞു. പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ശത്രുക്കൾ അയക്കുന്ന ആയുധങ്ങളും മയക്കുമരുന്നും വഹിക്കുന്ന ഡ്രോണുകളുടെ വർദ്ധിച്ചു വരുന്ന എണ്ണത്തെക്കുറിച്ചും BSF ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൌധരി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ ഭീഷണി തടയാൻ DRDO നിർമ്മിച്ച ആന്റി ഡ്രോൺ സംവിധാനമാണ് നിലവിൽ വിന്യസിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷാ വലയം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ രംഗം അനുദിനം കരുത്ത് വർദ്ധിപ്പിക്കുന്ന പുതുപദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. രാജ്യത്തിന്റെ ആയുധ സംവിധാനങ്ങളുടെ മൂർച്ച വർദ്ധിപ്പിക്കുന്ന പദ്ധതികൾക്കെന്ന പോലെ അതിർത്തി കടന്നെത്തുന്ന ആളില്ലാ വിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവ ഉയർത്തുന്ന ഭീഷണികളെ ചെറുക്കാൻ സമഗ്ര ഡ്രോൺ വിരുദ്ധ യൂണിറ്റ് പ്രയോജനപ്പെടുത്താനാകും. വാർത്തയുടെ നിറം തേടി തനിനിറം.